ഹായ് എവരിവൺ, ദിസ് ഈസ് റാഷിദ് ഫ്രം മോട്ടീസ് അക്കാഡമി ചെറുപ്പശ്ശേരി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഹോയിസ്റ്റിംഗ് എന്താണ് എന്നുള്ളത് ഈ ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ വീഡിയോ അവസാനിപ്പിച്ചത്. ഇനി നമ്മൾ എന്താണ് ഹോയിസ്റ്റിംഗ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. സോ ഹോയിസ്റ്റിംഗ് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ +2 കഴിഞ്ഞ ആളുകളായിരിക്കാം, ഡിഗ്രിയിൽ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് നിങ്ങൾ സി പ്രോഗ്രാമിംഗ് പോലുള്ള ലാംഗ്വേജുകൾ ബേസിക്കായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. സോ നമുക്ക് ആദ്യം എന്താണ് ഒരു സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു ബേസിക് എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇങ്ങനെയാണ് ഒരു സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു സിൻടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എവിടെയാണ് നമ്മൾ ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിയിൽ മെയിനിൻ്റെ അടിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യാം ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഹോയിസ്റ്റിംഗ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു മൊഡ്യൂളിൽ തന്നെ ഒരു കോഡിൽ തന്നെ ചിലപ്പം ഷിഫ്റ്റായിട്ട് 1, 2, 3 ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാളുണ്ട്, ബി എന്ന് പറയുന്ന ഒരാൾ പ്രോഗ്രാമറുണ്ട്, സി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമറുണ്ട്. ഇവർ എല്ലാം ഒരു മൊഡ്യൂളിലാണ് വർക്ക് ചെയ്യുന്നത്. സോ മോർണിംഗത്തെ ഷിഫ്റ്റിൽ എ എന്ന് പറയുന്ന കോഡർ കുറച്ച് കോഡ് എഴുതി, ബി എന്ന് പറയുന്ന കോഡർ കുറച്ച് കോഡ് എഴുതി, സി എന്ന് പറയുന്ന കോഡർ അയാളുടെ ഷിഫ്റ്റിൽ രാത്രിയിലെ ഷിഫ്റ്റിൽ കുറച്ച് കോഡ് എഴുതി. ഇതൊക്കെ സെയിം ഒരു ടാസ്ക് തന്നെ വരുന്ന കോഡുകൾ ആയിരിക്കും. സോ ഒരു വ്യക്തി മാറി വേറൊരു വ്യക്തി ഒരു പ്രൊജക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അയാൾ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെ വേരിയബിൾസാണ് അയാൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ സി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എക്സാമ്പിൾ ഞാൻ പറയാം, ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൽ കാർട്ട് ഉണ്ടാവും. അപ്പോൾ ആ കാർട്ടിന് വേണ്ടിയിട്ട് അയാൾ എന്തെല്ലാം വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എയും ബിയും സിയും എല്ലാ പ്രോഗ്രാമറും എന്തായിരിക്കണം, ഈ 3 പ്രോഗ്രാമേഴ്സും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം. അവർ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എയുടെയും ബിയുടെയും സിയുടെയും എന്തുണ്ടാവും, ഒരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവും. ആ ഡോക്യുമെൻറ്റേഷൻ വായിച്ചു നോക്കണം. പുതിയൊരു വേരിയബിൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു വേരിയബിളിൻ്റെ പേര് പറയണം. ഇന്ന വേരിയബിൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഇന്ന വേരിയബിളിൽ ഇന്നതിന് വേണ്ടി ഇന്ന സംഭവത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവരെന്താണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് റെഫർ ചെയ്യും. എന്നിട്ടാണ് എൻ്റെ വർക്കിലേക്ക് കിടക്കുന്നത്. ഇനി സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മളിവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഒരു വാല്യൂസ് ഒന്നും അസൈൻ ചെയ്തിട്ടില്ല. ഇനി ഞാൻ ഇപ്പോൾ num1 എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഒരു 10 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്ത് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറയുക എന്താണ്, num1 ഈസ് നോട്ട് ഡിക്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എറർ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് കമ്പൈലർ ആ ഒരു എറർ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എന്തില്ല, ഹോയിസ്റ്റിംഗ് ഇല്ല. ബട്ട് ജാവാസ്ക്രിപ്റ്റിലാണെങ്കിൽ നമുക്ക് എന്താണ്, ഈ ഒരു ഫെസിലിറ്റി ജാവാസ്ക്രിപ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇതിൻ്റെ ഡിക്ലറേഷൻ എങ്ങനെയാണ് അത് വർക്കാകുന്നത് വെച്ചാൽ, ബിഹൈൻഡ് ദ സീനിൽ എന്താണ്, ഈ ഒരു ഡിക്ലറേഷൻ ജാവാസ്ക്രിപ്റ്റ് എന്ത് ചെയ്യും, അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് ഡിക്ലറേഷൻ കംപ്ലീറ്റ് കൊണ്ടുവരും. അത് നമ്മൾ എവിടെ ഇപ്പോൾ ഒരു 1000 ലൈനുള്ള ഒരു കോഡാണെങ്കിൽ ഇപ്പോൾ 500ാമത്തെ ലൈനിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിക്ലറേഷൻ എന്താണ്, ആ പ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുവരുന്ന ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോയിസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് ജാവാസ്ക്രിപ്റ്റിലെ ഹോയിസ്റ്റിംഗ് എങ്ങനെ വർക്ക് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. സി പ്രോഗ്രാമിൽ എന്താണ് 100% ഈ ഒരു രീതിയിലുള്ള ഒരു ഡിക്ലറേഷനും അസൈൻമെൻറ്റും നമുക്ക് എന്ത് ചെയ്യില്ല, സി പ്രോഗ്രാമിൽ വർക്കാകില്ല, എറർ വരും. സോ നമുക്കെന്താണ് നമ്മളുടെ ജാവാസ്ക്രിപ്റ്റിലേക്ക് പോവാം. നമ്മൾ ഹോയിസ്റ്റിംഗ് എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് ആദ്യം എന്താണ്, വേരിയബിളിലേക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു വാല്യൂ അസൈൻ ചെയ്യാം. ഞാനിവിടെ എന്ത് പറഞ്ഞു, നം എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഞാൻ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാതെ തന്നെ ഒരു വാല്യൂ അസൈൻ ചെയ്തു. num2ലേക്ക് ഞാൻ എന്ത് ചെയ്തു, ആ വേരിയബിൾ അസൈൻ ചെയ്യാതെ എന്ത് പറഞ്ഞു, അതിലേക്കൊരു വാല്യൂ അസൈൻ ചെയ്തു, ഡിക്ലെയർ ചെയ്യാതെ. ഇവിടെയും നമ്മൾ എന്താണ്, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു വേരിയബിളിലേക്ക് 20 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ എന്ത് പറയുന്നത്, വേർ num1 എന്ന് പറഞ്ഞ വേരിയബിളിനെ ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്നു.
num2 എന്ന് പറയുന്ന വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നു, num3 എന്ന് പറയുന്ന വേരിയബിളിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താണ്, ഞാൻ കൺസോൾ ഡോട്ട് യൂസ് ചെയ്തിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഞാൻ എന്ത് പറയാണ്, ഈ num1നെയും num2നെയും num3നെയും എന്ത് ചെയ്യുന്നു, നമ്മൾ റൺ ചെയ്യാൻ പോകുന്നു. റൺ ചെയ്യാൻ പോകുമ്പോൾ എന്താണ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡിഫോൾട്ട് ബിഹേവിയർ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഈ ഒരു വേരിയബിൾ ഡിക്ലറേഷനെ അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അറ്റ് ദ ടോപ്പ് ഓഫ് ദ പ്രോഗ്രാം, അറ്റ് ദ ടോപ്പ് ഓഫ് ദ എല്ലാ കോഡിൻ്റെയും മുകളിൽ കൊണ്ടുപോയിട്ട് അതെന്ത് ചെയ്യും, അത് ഇൻസേർട്ട് ചെയ്യും. അത് ബിഹൈൻഡ് സീനിൽ നടക്കുന്ന ഒരു സംഭവമാണ്, അതിനെപ്പറ്റി നമ്മൾ ബോധറാവേണ്ട കാര്യമില്ല. ഞാൻ എന്ത് ചെയ്തു, അതിനെ റൺ ചെയ്യാൻ പോവാണ്. റൺ ദ കോഡ് നോക്കുമ്പോൾ നോക്ക്, ഇപ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് 10, 15, 20 എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. എന്താണ്, നമ്മൾ ഒരു വേരിയബിള് ഡിക്ലെയർ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, ആ വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റി. ഇതിൻ്റെ യൂസ് എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ അതേ യൂസ് തന്നെയാണ്. ഹോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ സി എന്ന് പറയുന്ന പ്രോഗ്രാമർ എന്ത് വേരിയബിളാണോ ഡിക്ലെയർ ചെയ്തത്, ചിലപ്പം അത് അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്നത് ഒരു 750ാമത്തെ ലൈനിലായിരിക്കാം. എന്നിരുന്നാലും ഒന്നാമത്തെ ലൈനിലുള്ള എ എന്ന് പറയുന്ന പ്രോഗ്രാമർ ഒന്നാമത്തെ ലൈനിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ പോലും ആ വേരിയബിളിനെ അയാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സി എന്ന് പറയുന്ന പ്രോഗ്രാമർ എഴുതി വെച്ച ആ വേരിയബിളിലുള്ള ആ ഒരു വാല്യൂവിനെ അയാൾക്ക് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ 10ാമത്തെയോ ലൈനിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ വേരിയബിളിലെ വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഫങ്ഷനിൽ ഹോയിസ്റ്റിംഗ് വർക്കാകുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഗെറ്റ് ഹോയിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഫങ്ഷൻ എഴുതി. എന്നിട്ട് ഞാനിവിടെ പറഞ്ഞു കൊടുത്തു, ഫങ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തത് എപ്പോഴാണ്, ആ ഫങ്ഷനെ കോൾ ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ നമ്മളെന്താണ്, ഒരു ഫങ്ഷൻ എഴുതി, ആ ഫങ്ഷൻ്റെ ഉള്ളിൽ ഞാൻ എന്താണ് നമ്മളുടെ ഈ വാല്യൂവിനെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ കൺസോൾ ചെയ്യാണ്. ഓക്കെ, ഐ ആം ഫ്രം ഫങ്ഷൻ. സാധാരണ കേസിൽ എന്താണ്, നമ്മൾ ഫങ്ഷനെ കോൾ ചെയ്യാറ് ഫങ്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫങ്ഷനെയും അതെന്താണ്, ജാവാസ്ക്രിപ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫങ്ഷനെയും അതിൻ്റെ ടോപ്പിലേക്ക് എന്ത് ചെയ്യുന്നു, ബിഹൈൻഡ് ദ സീനിലേക്ക് ഈ ഫങ്ഷൻ്റെ ഡിക്ലറേഷനെ കൊണ്ടുപോയി ഇടുന്നു എന്നുള്ളതാണ് ഹോയിസ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്കെന്താണ്, നമ്മൾ ഗെറ്റ് ഹോയിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ ഇവിടെ വിളിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫങ്ഷൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്തു, കൺട്രോൾ എ പ്രസ് ചെയ്ത് ഞാൻ റൺ കോഡ് കൊടുത്തു. റൺ കോഡ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്, ആ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഫങ്ഷൻ വർക്കായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, ഇവിടുന്ന് അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇനി എന്താണ്, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഞാൻ num3 = 11 കൊടുത്തു. ഓക്കെ, num3 = 11 എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ ചേഞ്ച് ചെയ്തു. ഇനി ഞാൻ എന്താണ്, അതിൻ്റെ വാല്യൂവിനെ ഞാനിവിടെ ആക്സസ് ചെയ്യാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ഇവിടെ 10, 15, 20 എന്നാണ്. ഇനി നമ്മൾ രണ്ട് കോഡ് കൊടുക്കുമ്പോൾ 10, 15, 11 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തു, അത് വർക്കായിട്ടുണ്ട്. സംഭവം ഈ ഫങ്ഷൻ ഇവിടെ വിളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് ഡിക്ലെയർ ആയി, ഇത് കോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി നമുക്കെന്താണ്, ഇവിടെ നമ്മൾ വാല്യൂ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, ഇവിടെ വാല്യൂ നമ്മൾ അസൈൻ ചെയ്തിട്ടില്ല. എന്താണ് സംഭവിക്കുക, കൺട്രോൾ പ്രസ് ചെയ്ത് നമ്മൾ റൺ കോഡ് കൊടുക്കുന്ന സമയത്ത് നമുക്കെന്താണ്, ഇവിടെ അൺഡിഫൈൻഡ് വന്നു. ഓക്കെ, മറിച്ചായിരുന്നെങ്കിൽ നമുക്ക് എന്ത് വരുമായിരുന്നു, നമുക്ക് എ ഈസ് നോട്ട് num3 ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് പറയുക കാണിച്ചിട്ടുണ്ടാകുക. അത് എററായിട്ട് കാണിക്കും. ഇപ്പോൾ എന്താണ് കാണിച്ചിട്ടുള്ളത്, അൺഡിഫൈൻഡ് ആണെന്ന് കാണിക്കും. ഗൈസ്, ഇതെന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഡിഫോൾട്ട് ബിഹേവിയറാണ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിലെന്തെങ്കിലും സംശയമുള്ള ആളുകൾക്ക് നമ്മളെന്താണ്, നാളെ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഡൗട്ടുകൾ ചോദിക്കൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക്
എന്താണ് അസൈൻമെൻറ്റുകൾ ചെയ്ത് നമ്മളുടെ ഡൗട്ടുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ഓക്കെ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.